പ്രിയ ദൈവജനമേ, ഭയം തോന്നുന്നുണ്ടോ? ദേഷ്യത്തിലാണോ നിങ്ങളിപ്പോൾ? കുറ്റബോധം തോന്നുന്നുണ്ടോ? അതോ വിഷാദത്തിലാണോ? അരക്ഷിതാവസ്ഥയാണോ തോന്നുന്നത്? മടുപ്പാണോ അതോ ആശ്വാസമില്ലായ്മയോ? ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടോ? പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ കഴിയുന്നില്ലേ? അവഗണിക്കപ്പെട്ടതായി തോന്നുന്നുണ്ടോ? സമാധാനമില്ലായ്മയാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതുപോലുള്ള അവസ്ഥകളിൽ ആശ്വാസവും പ്രത്യാശയും പകർന്നു തരുന്ന ബാറൂക്കിന്റെ പുസ്തകം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലേക്ക് ക്ഷമയോടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധ തിരിക്കാം. ബാറൂക്ക് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ബാബിലോണിലെ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന യഹൂദജനം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ മുൻപിൽ വിലപിക്കുന്ന വലിയൊരു അനുതാപ പ്രാർത്ഥനയാണ് ഈ ആദ്യ അധ്യായങ്ങളിൽ നാം കാണുന്നത്. ജെറമിയ പ്രവാചകന്റെ സെക്രട്ടറി ആയിരുന്ന ബാറൂക്ക് എഴുതിയ ഈ പുസ്തകം ജെറുസലേമിലുള്ള സഹോദരങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവർ ഉപവസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുകയും ചെയ്തു. കർത്താവ് നീതിമാനാണെന്നും എന്നാൽ തങ്ങൾ അവിടുത്തെ കൽപ്പനകൾ ലംഘിച്ചതുകൊണ്ടാണ് ഈ വലിയ വിപത്ത് തങ്ങളുടെ മേൽ വന്നതെന്നും ജനങ്ങൾ പൂർണ്ണഹൃദയത്തോടെ സമ്മതിക്കുന്നുണ്ട്. തങ്ങളുടെ ദയനീയമായ അവസ്ഥയിലും കർത്താവിന്റെ കരുണയ്ക്കായി യാചിക്കുന്ന ജനം ദൈവത്തിന്റെ വിശ്വസ്തതയെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 3-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവിടം ദൈവമാണെന്നും അത് വലിപ്പച്ചെറുപ്പമില്ലാതെ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർക്ക് ലഭിക്കുമെന്നും വചനം ഓർമ്മിപ്പിക്കുന്നു. കഠിനമായ പരീക്ഷണങ്ങളുടെ നടുവിലും പ്രത്യാശയുടെ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ഈ അധ്യായങ്ങൾ നിങ്ങളെയും എന്നെയും നമ്മെ ഓരോരുത്തരെയും ശക്തമായി ആഹ്വാനം ചെയ്യുന്നു. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ദൈവജനത്തിന് വലിയ പ്രത്യാശയും ആശ്വാസവും നൽകുന്ന സിയോന്റെ പുനരുദ്ധാരണത്തെക്കുറിച്ചുള്ള മനോഹരമായ പ്രവചനങ്ങളാണ് ഈ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശത്രുക്കളുടെ മുൻപിൽ തകർന്നുപോയ ജെറുസലേം നഗരത്തോട് വിലാപത്തിന്റെ വസ്ത്രങ്ങൾ അടിച്ചുമാറ്റി ദൈവത്തിന്റെ മഹിമയുടെ വസ്ത്രങ്ങൾ ധരിക്കുവാൻ പ്രവാചകൻ ഒത്തിരി സന്തോഷത്തോടെ ആഹ്വാനം ചെയ്യുന്നു. മക്കൾ വീണ്ടും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ദൈവത്തിന്റെ വചനത്താൽ നയിക്കപ്പെട്ട് വലിയ സന്തോഷത്തോടെ മടങ്ങി വരുമെന്ന വാഗ്ദാനം ഇവിടെ വെളിപ്പെടുന്നുണ്ട്. 6-ാം അധ്യായം ബാബിലോണിലേക്ക് നാട് കടത്തപ്പെടുന്ന ജനത്തിന് ജെറമിയ പ്രവാചകൻ അയക്കുന്ന ഒരു പ്രത്യേക കത്തായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വിദേശ മണ്ണിലെ വിഗ്രഹാരാധനയുടെ പൊള്ളത്തരങ്ങളെയും മനുഷ്യനിർമ്മിത രൂപങ്ങളുടെ നിസ്സാരതയെയും ഈ കത്ത് പരിഹാസത്തോടെയും അതോടൊപ്പം ഗൗരവത്തോടെയും തുറന്നു കാട്ടുന്നു. ദൈവത്തിന്റെ ജീവനുള്ള സാന്നിധ്യത്തിൽ മാത്രം വിശ്വസിച്ച് അവിടുത്തെ മാത്രം ആരാധിക്കാൻ ഈ വചനങ്ങൾ നമ്മെ പൂർണ്ണമായി പഠിപ്പിക്കുന്നു. പ്രിയ ദൈവജനമേ, മനുഷ്യന്റെ ആത്മാവ് എപ്പോഴും ദൈവത്തിനായി ദാഹിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ആ ശൂന്യതയെ നികത്താൻ അവിടുത്തെ തിരുവചനത്തിന് മാത്രമേ സാധിക്കൂ എന്നും ഈ അധ്യായങ്ങൾ വ്യക്തമാക്കുന്നു. ലൗകിക സുഖങ്ങളും താൽക്കാലിക സുരക്ഷിതത്വങ്ങളും നൽകുന്ന വ്യാജമായ ആശ്വാസങ്ങൾ നമ്മളെ കൂടുതൽ അസ്വസ്ഥതയിലേക്കാണ് നയിക്കുക. എന്നാൽ ദൈവവചനം നൽകുന്ന ശാശ്വതമായ സമാധാനം നമ്മുടെ ആത്മാവിന് നിത്യമായ ജീവനും സംതൃപ്തിയും പ്രദാനം ചെയ്യുന്നു. കർത്താവിന്റെ വചനത്തിലേക്ക് തിരിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ആ ശൂന്യതയെ പൂർണ്ണമായി മാറ്റുവാൻ സാധിക്കൂ. ആദിമസഭ ബാറൂക്കിന്റെ പുസ്തകത്തിലെ പ്രവാസത്തിന്റെ അനുഭവങ്ങളെയും പ്രത്യേകിച്ച് ജ്ഞാനം മനുഷ്യരുടെ ഇടയിൽ വന്ന് വസിച്ചതിനെക്കുറിച്ചുള്ള വചനങ്ങളെയും ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ വെളിച്ചത്തിലാണ് വ്യാഖ്യാനിച്ചത്. ദൈവത്തിന്റെ ജ്ഞാനം ഭൂമിയിൽ ദൃശ്യമാവുകയും മനുഷ്യരോടുകൂടെ ജീവിക്കുകയും ചെയ്തു എന്ന വരികൾ ക്രിസ്തുവിന്റെ വരവിനെ മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണെന്ന് സഭ തിരിച്ചറിഞ്ഞു. ദുരന്തങ്ങളുടെ നടുവിലും ദൈവം തന്റെ ജനത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുക ഇല്ല എന്ന പ്രത്യാശയാണ് ശ്ലീഹന്മാർ സഭയ്ക്ക് പകർന്നു നൽകിയത്. കഷ്ടപ്പാടുകൾ ദൈവത്തിന്റെ ഉപേക്ഷിക്കലല്ല, മറിച്ച് വലിയൊരു രക്ഷയിലേക്കുള്ള ഒരുക്കമാണെന്ന് ആദിമസഭ വിശ്വസിച്ചു. ഇന്ന് നാം അത് വിശ്വസിച്ചേ മതിയാകൂ. ബാറൂക്കിന്റെ പുസ്തകം ആഹ്വാനം ചെയ്യുന്ന ആന്തരികമായ ശുദ്ധീകരണവും പാപങ്ങളുടെ ഏറ്റുപറച്ചിലും വിശുദ്ധ കുമ്പസാരത്തിന്റെയും വിശുദ്ധ കുർബാനയുടെയും സ്വീകരണത്തിനായി നമ്മെ ഒരുക്കുന്നു. പ്രവാസത്തിലെ ജനങ്ങൾ തങ്ങളുടെ അധർമ്മങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവകൃപയിലേക്ക് മടങ്ങിയതുപോലെ അനുരഞ്ജന ശുശ്രൂഷയിലൂടെ നാം പാപക്കറകളിൽ നിന്നും വിമോചനം നേടുന്നു. വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നമ്മളുമായി സ്ഥാപിച്ച
പുതിയ ഉടമ്പടിയുടെ ജീവനുള്ള പങ്കാളികളായി നാം ഓരോരുത്തരും, നിങ്ങളും ഞാനും രൂപാന്തരപ്പെടുന്നു. ബലിപീഠത്തിലേക്ക് ഒരുക്കമുള്ള ഹൃദയത്തോടെ അടുക്കുവാൻ ഈ വചനങ്ങൾ നമ്മെ ഓരോരുത്തരെയും ശക്തമായി പ്രേരിപ്പിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണെന്നും നാം എല്ലാവരും അന്തിമമായ ദൈവവിധിയെ അഭിമുഖീകരിക്കേണ്ടവരാണെന്നും പ്രവാചകന്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. ജെറുസലേമിന്റെ മേൽ വന്ന ന്യായവിധി ലോകാവസാനത്തിൽ വരാനിരിക്കുന്ന അന്തിമ വിധിയുടെ ഒരു വലിയ നിഴലാട്ടമാണ്. ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗത്തിൽ ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്ന ഭാഗ്യകരമായ നിത്യജീവൻ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. ആ നിത്യമായ സ്വർഗീയ ലക്ഷ്യത്തിലേക്ക് ഒത്തിരി പ്രത്യാശയോടെ കണ്ണുകൾ ഉയർത്തി ജീവിക്കാൻ ഈ തിരുവചനങ്ങൾ നമ്മെ ഒരുക്കുന്നു. കത്തോലിക്ക സഭയുടെ POC ബൈബിൾ പതിപ്പിൽ നിന്ന് ബാറൂക്കിന്റെ ഈ അധ്യായങ്ങൾ വ്യക്തിപരമായി വായിക്കാൻ ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. തിരുവചനങ്ങൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നത്. വചന വായനയിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സങ്കടങ്ങൾക്കും പ്രതിസന്ധികൾക്കും കൃത്യമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കും, ഉറപ്പ്. അതിനാൽ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ദൈവത്തിന്റെ ജീവനുള്ള വചനം ഇന്ന് തന്നെ വായിച്ച് ധ്യാനിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും തൃത്വത്തിന്റെ വലിയ അനുഗ്രഹവും സമാധാനവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം, ദൈവ തിരുമനസ്സിന്റെ നാമത്തിൽ തന്നെ. അതുവരെ പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ഈശോയെ പങ്കുവയ്ക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ.